ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും വീട്ടിൽ ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പാചകം ഇല്ല, ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ കുടിക്കുന്ന വെള്ളം തൊട്ട്, അതായത് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ചുടുവെള്ളം കുടിക്കുന്നത് എപ്പോഴും നമ്മളുടെ ഒരു ഡൈജഷനും മറ്റെല്ലാ കാര്യത്തിനും നല്ലതാണ്. അപ്പോൾ ആ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ചും കൂടെ ഗുണങ്ങളുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഇപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കുമല്ലോ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ടിപ്സാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണ്, നാരങ്ങ. അതായത് നാരങ്ങ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് ഉണ്ടാവും. ഈ നാരങ്ങ നമ്മളെടുത്ത് കളയും അല്ലേ, അതാണ് പതിവ്. അപ്പോൾ ഈ നാരങ്ങ ഇനി മുതൽ കളയണ്ട. ഇത് നമ്മൾ വെള്ളം രാവിലെ ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക, എല്ലാവർക്കും കൂടിയിട്ട് നമ്മൾ തിളപ്പിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ തുളസി ഇട്ടിട്ട് തിളപ്പിക്കുക, പിറ്റേ ദിവസം നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് തിളപ്പിക്കുക. എല്ലാ ദിവസവും ഒരുപോലത്തെ വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ പലതരത്തിൽ ജീരക വെള്ളം കുടിക്കാം, അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഞാൻ കാണിക്കുന്നത് ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ചെറിയൊരു പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, കണ്ടോ. ബാക്കി നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഓരോ ദിവസവും ഇപ്പോൾ ഇടകലർത്തിയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് അത് ഇതേപോലെ തന്നെ തിളപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നല്ല മഞ്ഞൾ, നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച നല്ല മഞ്ഞൾ അതിലിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് വേണ്ടു, അതുകൂടി ഇട്ട് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഡ്രിങ്കാണത്. എന്തായാലും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ അതിന് രാവിലെ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാരറ്റ് ധാരാളം വരുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ മാർക്കറ്റിൽ കൂടെ വരുമ്പോൾ ഒരു ചാക്ക് 5 കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. വീട്ടിലെത്തിയിട്ട് പകുതി പിറ്റേ ദിവസം രാവിലെ ഒന്നിച്ച് കൊണ്ടുപോയി കൊട്ടേണ്ടി വന്നു, ചീഞ്ഞു പോയി. അപ്പോൾ ക്യാരറ്റ് നമ്മളൊന്ന് ഉണക്കി വെക്കുക, അതായത് പിറ്റേ ദിവസം വെയിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ചീഞ്ഞു പോവില്ല കേട്ടോ. ഇതേപോലെ നമ്മളെ ഫ്രിഡ്ജിൽ ഈ മല്ലിയുടെ ഇല ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒന്നും ഉണങ്ങിയില്ല എന്നാൽ പച്ചയല്ല, അങ്ങനത്തെ രീതിയിൽ. അന്ന് നല്ല ഫ്ലേവർ ഉണ്ട്. അത് നമ്മൾ ഉണക്കി ഒരു കുപ്പിയിലിട്ടേക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ഇതുപോലത്തെ പെബിൾസ് നമ്മളെ വീട്ടിലിപ്പോൾ സാധാരണ ചെറിയ പ്ലാന്റ്സൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെക്കുമ്പോൾ നമ്മളിത് ഇടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറുതെ ടൈം പാസിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് നമുക്ക് അത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ നമ്മൾക്ക് അത് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ സന്തോഷമാണ്, നമ്മൾ ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ. അതാണ് ഇങ്ങനത്തെ കാര്യത്തിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പം ഞാൻ കുറച്ച് മെറ്റൽ എടുത്തിട്ട് നമുക്ക് ഈ ക്യാമലിൻ്റെ പെയിൻറ്റ് കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക, കണ്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ കളേഴ്സും എടുക്കുക, യെല്ലോ, വൈറ്റ്, റെഡ് എല്ലാം എടുക്കുക. ഇപ്പോൾ പലരും പറയുന്നുണ്ടാവും ഈ തള്ളപ്പിടിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. പക്ഷേ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, നമുക്കൊരു സന്തോഷം. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അതാണ്. കണ്ടോ. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിക്കുക, കണ്ടോ. ഇതൊക്കെ വെയിലുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. എല്ലാം ഇങ്ങനെ ഇട്ട് വരുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ, കണ്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരിക്കും. അത് ചെറിയ മെറ്റലൊക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല. അതേപോലെ ചെറിയ പാറകളുണ്ടാവും, ഫിനിഷിങ്ങുള്ളത്. ഇതിപ്പോൾ ഇത്തിരി ഇതിൻ്റെ പുറം ഭാഗം റഫല്ലേ. പാറകളുടെ ചെറിയ നമ്മളിപ്പോൾ വെള്ളയുടെയൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പുഴയുടെ അക്കത്തൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പെയിൻ്റ് അടിക്കട്ടെ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന അടുപ്പാണ്. ഇതുണ്ട്, മണ്ണിൻ്റെ അടുപ്പാണ്, കണ്ടോ.
മണ്ണടുപ്പ്. ഈ അടുപ്പ് ഇവിടെ സാധാരണയായിട്ട് കാണുന്ന അടുപ്പാണ്. നല്ല പോലെ കത്തും. വലിയ അടുപ്പ് വേണമെങ്കിൽ വലുതും കിട്ടും, നല്ല വട്ടത്തിലുള്ളത്. ഇതിൽ നമ്മൾ ഒരെണ്ണത്തിൽ കത്തിച്ച് കഴിഞ്ഞാൽ മറ്റേലൊക്കെ തീ വരും. അപ്പോൾ അതൊന്ന് ചൂടാക്കണമെങ്കിലൊക്കെ അപ്പുറത്ത് വെള്ളം വയ്ക്കുക. അപ്പോൾ വെള്ളം ചൂടാക്കണമെങ്കിലൊക്കെ അപ്പുറത്തെ അടുപ്പിലും കൂടെ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഇതാണ് അതിൻ്റെ പുക പോകാനുള്ള കുഴൽ. കണ്ട, ഈ പുക തീരെ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയണത്. അധികം പൈസയില്ല, കുറച്ച് സ്പേസേ വേണ്ടു. കണ്ടോ, ഇതിവിടെ നമ്മൾ ഇപ്പോൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി റോഡ്, ആ റോഡിൽ ഏത് കടകളിൽ ചോദിച്ചാലും ഇങ്ങനത്തെ ഇത് ഹാർഡ്വെയർ ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. മണ്ണിൻ്റെ ഈ അടുപ്പ് വലുതും ചെറുതൊക്കെ കിട്ടും. അതിൻ്റെ കുഴൽ കണ്ടോ, പുറത്ത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ. ഇതിൻ്റെ വില വന്നിട്ട് 1350 രൂപയാണ്. ഈ കുഴലടക്കം 1350 രൂപയാണ്. പെട്ടെന്ന് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനും പറ്റും. കണ്ടോ, നല്ല ചൂടായിരിക്കും. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്, മേടിച്ച് വെച്ചത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന സ്ലൈഡ്. നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നമ്മളെ വീട്ടിൽ അവരെ വാനിറ്റി ബാഗിൽ കിടപ്പുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊരു മുല്ലപ്പൂവൊക്കെ ചൂടാനും പൂവ് ചൂടാനും ഒക്കെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് എങ്ങനെയാണ്, നമ്മൾ ഈ കാറ്റുണ്ടാവും. ഇപ്പോൾ കാറ്റിന് നമുക്ക് ഇവിടെ ക്ലിപ്പൊന്നുമില്ലേ, കയ്യിൽ ക്ലിപ്പൊന്നുമില്ലെങ്കിൽ ഇതേപോലെ ഈ സ്ലൈഡ് എടുത്തിട്ട് നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ കർച്ചീഫോ അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കാറ്റിൽ താഴെ വീഴും. അപ്പോൾ വീഴാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡിൽ പിൻ ചെയ്യുക. പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ വീഴില്ല. എത്ര കാറ്റ് ഊതിയാലും അത് താഴെ ഒന്നും വീഴില്ല. കണ്ടോ, ഇതേപോലെ സിമ്പിളാണ്. കണ്ടോ, എത്ര ഡ്രസ്സ് ഇട്ടാലും ഇപ്പോൾ ഒരു സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ കുറേ ഡ്രസ്സിന് കണ്ടോ, ഇത് മുഴുവനും നമുക്ക് യൂസ് ചെയ്യാം. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതുമല്ലൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു യൂസ്ഫുള്ളായ ടിപ്പല്ലേ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സാരിക്ക് മാച്ചായിട്ടുള്ള കമ്മലുകൾ ഒക്കെ ഉപയോഗിക്കും. മാലകളുടെ നമുക്ക് പറ്റില്ല. ഇപ്പോൾ കമ്മലാണ്. ഇപ്പോൾ സ്റ്റഡിൻ്റെ ബാക്ക് ഭാഗം ഇപ്പോൾ കാതിലിട്ട് ചിലർക്ക് കറക്കും, ചിലർക്ക് ചൊറിയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ബാക്ക് ഭാഗത്ത് ക്യൂടെക്സ് നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ ക്യൂടെക്സ് എടുത്തിട്ട് നമ്മൾ അതിലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ബാക്കിൽ ഒക്കെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കളർ ഇല്ലാത്ത നെയിൽ പോളിഷ് ഉണ്ടാവും. ആ നെയിൽ പോളിഷ് യൂസ് ചെയ്താലും മതി. ഈ നെയിൽ പോളിഷ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൊറിയേ അതുപോലെ കളറ് അങ്ങനെയൊക്കെ വരികയെ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് അങ്ങനത്തെ അലർജിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. വീണ്ടും കാണാം.